ഫിറോസ് മീരാനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ഫിറോസ് മീരാൻ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞങ്ങൾ ഈ മത്സരം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പാലക്കാട് നിന്നും ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ടീം എപ്പോൾ വരും എന്നുള്ളത്. അപ്പൊ അത് ഒരു അവസാന നിമിഷം എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പുതിയ ടീമുകൾ എത്തുമോ? എങ്ങനെ കാത്തിരിക്കണം ജനങ്ങളെത്തും? പുതിയ ടീമുകൾ തീർച്ചയായിട്ടും എത്തും. നമ്മളുടെ ഗോളും വിഷനും ഇതാണ്. ദാറ്റ് ഈസ് ഇപ്പൊ ഈ വർഷം നമ്മൾ 2 വെന്യൂസാണ് ഓപ്പൺ ചെയ്തത്, കണ്ണൂരും തൃശ്ശൂരും. അതും കൾച്ചറലി ഫുട്ബോളിന്റെ ഒരു വളരെ വലിയ ഹിസ്റ്ററിയുള്ള 2 സ്ഥലങ്ങളാണ്. അതും അവർ 2 പേരുമാണ് ഈ തവണ കോയിൻസിഡന്റ് ആയിട്ട് ഫൈനലിലുള്ളത്. ആൻഡ് അവരുടെ 2 പേരുടെയും ഓഡിയൻസിന്റെയും തൃശ്ശൂരുകാരുടെയും കണ്ണൂരുകാരുടെയും സപ്പോർട്ട് എന്ന് പറയുന്ന നമ്മൾ വാക്കാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അക്രോസ് കേരള ഇങ്ങനത്തെ വെന്യൂസ് വരിക, ഇങ്ങനത്തെ ഫുട്ബോൾ കൾച്ചർ വരിക. ഇപ്പോൾ ഈ വർഷം 110 മലയാളികൾ കളിച്ചത്. അതിൻ്റെ അകത്ത് 55 പേര് അണ്ടർ 23 ആയിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാൻ, ഇതാണ് ഞങ്ങളുടെ പ്യുവർ ഗോൾ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം വെന്യൂസ് ഉണ്ടാകും, പുതിയ ടീംസിന്.